എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 പുതിയ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ മലയാളം 8. കാരണം പുതിയ പലതരം പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഇപ്പോൾ സീസൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണം അഗ്നിപരീക്ഷയുടെ മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് അഗ്നിപരീക്ഷയിലെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്, അതിലെ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും, അവരെങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, അതിൻ്റെ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, വിന്നർ എങ്ങനെയാണ് തീരുമാനിക്കാൻ പോകുന്നത്, അതിലെത്ര പേരെ നമ്മൾ ബിഗ് ബോസ് മെയിൻ സീസണിൽ കാണാൻ പറ്റും എന്നിങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ പ്രേക്ഷകർ, ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തേതിലും മികച്ച രീതിയിലുള്ള ഒരു ബിഗ് ബോസ് സീസൺ ആക്കാൻ അതിൻ്റെ അണിയറ പ്രവർത്തകർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ പുതിയ നിയമങ്ങളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, പ്രേക്ഷകർക്ക് അതിലെന്തെങ്കിലും കൺട്രോൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കും ഇപ്രാവശ്യത്തെ സീസണിൽ. ലാലേട്ടൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്, ലാലേട്ടന് എങ്ങനെയാണ് മത്സരാർത്ഥികളോട് പ്രതികരിക്കാൻ പോകുന്നത്, ഇങ്ങനെ പലതരം കാര്യങ്ങളും പലതരം ഡിസ്കഷൻസും തർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു പ്രൊമോ വന്നിരിക്കുന്നത്. ഈ പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള ലൂസിഫറിൻ്റെ ചില സീനുകൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ ഒരു വിൻറ്റേജ് കാറിൽ വരുന്നു, ഒരു ദുരൂഹമായിട്ടുള്ളൊരു വീട്ടിലേക്ക് കയറിപ്പോവുകയാണ്. അതിൽ ഒരു ഗ്രന്ഥശാലയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് അർത്ഥശാസ്ത്രം, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എടുക്കുന്നു, അത് വായിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിലിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട്, പ്രജകൾക്ക് വേണ്ടിയാണ് രാജാവ്, പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് രാജാവ് എന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അവസാനം ലാലേട്ടൻ പറയുന്നുണ്ട്, പക്ഷേ രാജാവ് ഞാനല്ല, ഞാനൊരു കിങ് മേക്കറാണ്. അപ്പോൾ രാജാവെന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മത്സരാർത്ഥികളെ ആയിരിക്കും രാജാവാകാൻ പോകുന്നത്. കാരണം കിങ് മേക്കറാണ് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ആരെയാണോ രാജാവായിട്ട് തീരുമാനിക്കാൻ പോകുന്നത്, ആ തീരുമാനിക്കാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആളാണ് ഞാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന നിയമാവലികൾ അതെങ്ങനെയായിരിക്കണം, അതായത് പ്രേക്ഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം രാജാവ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു വക പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ, യാതൊരു ഫേവറിസമോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ദുഃഖം തോന്നാത്ത രീതിയിൽ ഒരു നല്ലൊരു ഗെയിം പ്ലാൻ ആയിരിക്കണം ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതായിരിക്കാം എനിക്ക് തോന്നിയത്. ബിഗ് ബോസ് ഹൗസ് ആയിരിക്കണം ആ ഒരു ദുരൂഹമായിട്ടുള്ള വീട് കാണിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് എന്തും സംഭവിക്കാം. എന്താണോ അല്ലെങ്കിൽ നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്ത് ഈ വീട് ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ച് നമുക്ക് കയറിപ്പോകാൻ പറ്റില്ല. കാരണം അതിൽ വരാൻ പോകുന്ന ആളുകളുടെ സ്വഭാവം, അവരൊരു ക്യാരക്ടർ, അവർ കളിക്കാൻ പോകുന്ന ഗെയിം, ഇതൊക്കെ അനുസരിച്ച് ആ വീടിനുള്ളിൽ അറ്റ്മോസ്ഫിയറും ആ വീടിനുള്ളിലത്തെ നമ്മുടെ കംഫർട്ട് സോണുകളും അതിനുള്ളിലത്തെ പ്രഷർ ഉണ്ടാകുന്ന സിറ്റുവേഷൻസും വിഷമങ്ങളും കരച്ചിലുകളും ചിരികളും അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ആണ് ലാലേട്ടൻ വരുന്നത് കിങ് മേക്കറായിട്ടാണ്. അപ്പോൾ അതിൽ ചില നിയമാവലികളും മറ്റു കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നായിരിക്കണം. ഈ അർത്ഥശാസ്ത്രമൊക്കെ നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണത് ഇനി ഈ സീസണിലേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊമോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം അതിലേക്ക് വരുന്നോ, അല്ലെങ്കിൽ ആ സീസൺ തുടങ്ങുമ്പോൾ ഇത് അന്ന് പറഞ്ഞ ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നത്തക്ക രീതിയിലാണോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഉടനെ തന്നെ നമുക്ക് ബിഗ് ബോസ് സീസൺ പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്. ഇത് അധികാരത്തിൽ നിന്ന് സീസൺ 8 ഇത് അധികാരത്തിൽ നിന്നാണ് എഴുതി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കമാൻഡിങ് സീറ്റിലേക്ക് ലാലേട്ടൻ എത്തുന്നു. അതായത് എനിക്ക് തോന്നിയത് ഉടനെ ആരംഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനി ഒരു കൗണ്ട് ഡൗൺ മാത്രം തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഈ പ്രൊമോ തോന്നിയത്. നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത പ്രൊമോകൾ എല്ലാവരും. അപ്പോൾ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കൂ. അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡുമായി അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയുമായി ഇവിടെ തന്നെ കാണാം. താങ്ക് യു.